പത്മജ വേണുഗോപാൽ കോൺഗ്രസ് രാഷ്ട്രീയം വിട്ട് ബിജെപിയിലേക്ക് പോവുകയാണ്. നമ്മളോടൊപ്പം ഉള്ളത് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. സർ, കെ കരുണാകരന്റെ മകൾ കോൺഗ്രസ് വിട്ട് ബിജെപി പാളയത്തിലേക്ക് പോകുന്നു. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അതൊരു പുതിയ അനുഭവമല്ല. കോൺഗ്രസിൽ നിന്ന് വിട്ട് അവർ കോൺഗ്രസ് ഏതാണ്ടുണ്ടാക്കി കോൺഗ്രസിൽ നിന്ന് പോയതല്ലേ, അച്ഛനും മക്കളും എല്ലാം കൂടെ. അങ്ങനെ വിട്ടുപോകുന്ന ശൈലി അവരുടെ കുടുംബത്തിലുള്ള ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇപ്പം ഇത്രയൊക്കെ പ്രായമായില്ലേ, ഇനി അടങ്ങിയിരുന്നില്ല പോരെ. ഇനി ഒരുപാട് അവസരങ്ങൾ ഒക്കെ കോൺഗ്രസ് കൊടുത്ത് MLA ആക്കി MP ആക്കാൻ നോക്കി, എല്ലാം തോറ്റുപോയെങ്കിൽ അത് ആരുടെ കുഴപ്പമാണ്? ആളുകൾ വോട്ട് ചെയ്യായിരുന്നുണ്ടല്ലേ. അപ്പോൾ അവസരങ്ങൾ കോൺഗ്രസ് ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. ശരിക്കാതെ പോയെങ്കിൽ അതിന് ഉത്തരവാദി ആര് എന്ന് അവർ ചിന്തിക്കട്ടെ. പക്ഷേ അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. മാത്രമല്ല, ഇനി അവസരം കിട്ടാത്ത എത്രയോ ആളുകൾ കാത്തു നിൽക്കുന്നത്. അങ്ങനെ ഇവരെല്ലാം മൂത്ത് മുരടിച്ച് ഇട്ട് ബാക്കിയുള്ളവർക്ക് അവസരം കിട്ടുകയുള്ളെന്ന് പറഞ്ഞാൽ ശരിയാണോ? അതുകൊണ്ട് അവരുടനെ ഇവിടെ നിന്ന് കിട്ടിയില്ല, ഉടനെ ചാടി BJP പോയി. BJP കിട്ടിയാൽ ഉടനെ എന്ത് കിട്ടും? ഇതെല്ലാം മോഹങ്ങളാണല്ല, മോഹങ്ങളല്ല, അതിമോഹങ്ങളാണ്. ഈ അതിമോഹങ്ങൾ വരുമ്പോഴല്ല പലരും PC തോമസ് ജോർജ് കണ്ടില്ലേ, അതിമോഹം ദുരാഗ്രഹം. കുറേ വയസ്സായി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൂടെ വേണ്ടിയിട്ട് വഴിമാറിക്കൊടുത്ത് അവർക്കും കൂടെ രാഷ്ട്രീയപരമായി വളരാൻ ഈ പ്രസ്ഥാനത്തെ രാഷ്ട്രീയപ്രവർത്തനം വളമൊക്കെ കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ. ഇത് കോൺഗ്രസിനോട് കാണിക്കുന്ന ഒരു നന്ദികേടായിട്ട്. കാരണം ഒരുപാട് കോൺഗ്രസിനെ ഊറ്റി കുടിച്ചവരാണ് ഈ കുടുംബം മുഴുവൻ. ഊറ്റി കുടിച്ച് ഇനിയും ഊറ്റാൻ അവസരം ഇല്ലാതെ വന്നപ്പോൾ അടുത്ത ഊറ്റാനുള്ള അവസരം നോക്കിയെടുത്ത് ചാടിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിഷേധിക്കാനൊക്കെയല്ല. പത്മജിയുടെ ഒരു രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും BJP? അത് ജാതകം നോക്കണം, അല്ലാതെ ഇപ്പോൾ പറയാനൊക്കത്തില്ല. കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് വർക്ക് ഫ്രം ഹോം സ്റ്റാറ്റസിലുള്ള, അതായത് വീട്ടിലിരുന്ന് മാത്രം സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അവർക്ക് കൊടുക്കാവുന്നതിന്റെ പരമാവധി കോൺഗ്രസ് കൊടുത്തു കഴിഞ്ഞു എന്നാണ് സ്വന്തം സഹോദരനായ കെ മുരളീധരൻ തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. അങ്ങനെ വീട്ടിലിരുന്ന് ഒരു സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരാൾക്ക് BJPയിൽ പോയാൽ എന്തായിരിക്കും അതിന്റെ ഭാവി? അത് ഭാവി എന്തായിരിക്കും എന്ന് കണ്ടറിയാം. കാരണം ഇപ്പോൾ BJPയിൽ ആർക്കും ചെല്ലാല്ല. ആർക്കും ചെന്ന് കഴിഞ്ഞാൽ അവസരങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുമെന്ന് പറഞ്ഞാൽ അവർ കൊടുക്കും. അതുകൊണ്ട് അവർ ഉടനെ തന്നെ ഇവിടെ ഒരു കേരള മുഖ്യമന്ത്രിയാക്കാനുള്ള സ്ഥാനം കൊടുക്കുമെന്ന് അവരങ്ങ് ധരിക്കുന്നുണ്ടാവും. ഒരുപാട് അവസരം കിട്ടുകയല്ലേ കുഞ്ഞെ, എന്തെല്ലാം അവസരങ്ങൾ, അച്ഛനും മക്കളും കൂടെ എന്തെല്ലാം. ഇനി കുറേയൊക്കെ അടങ്ങിയൊന്നും ഇരിക്കുന്നതല്ലേ നല്ലത് ഇവർക്കെല്ലാം. അതുകൊണ്ട് BJPയിലേക്ക് വന്ന് എങ്കിൽ BJPക്ക് വരാം. ആരെല്ലാം ഇപ്പോൾ ജോർജ് പോയില്ലേ. കൊടും ചതിയെന്നാണ് കെ മുരളീധരൻ ഈ പത്മജിയുടെ നീക്കത്തെ പറഞ്ഞിരിക്കുന്നത്. അതവരുടെ കുടുംബകാര്യമാണ്, അതവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റാണ്. അവിടുന്ന് ചേട്ടന് അനിയത്തിയും ചേട്ടൻ തമ്മിൽ പിണക്കാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള വാദപ്രതിവാദങ്ങൾ വരുമ്പോൾ ഈ സഹോദരിയെ തള്ളിപ്പറയുന്ന പുള്ളിയുടെ ശൈലിയാണ്. അത് പുള്ളിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടായിരിക്കാം. AK ആന്റണിയുടെ മകൻ പോകുന്നു, കെ കരുണാകരന്റെ മകൾ പോകുന്നു. കോൺഗ്രസിന്റെ ഇതൊക്കെ കോൺഗ്രസിനെ വലിയ, പ്രത്യേകിച്ച് ഇവരൊക്കെ കോൺഗ്രസിന്റെ മുഖമായി നിൽക്കുന്ന ആളുകളാണ്. കോൺഗ്രസിനെ ഇതൊക്കെ വലിയ തോതിൽ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? കോൺഗ്രസ് ആൾ ഇന്ത്യ ബേസിൽ തന്നെ ഇപ്പം ഇല്ലാതെയിരിക്കൊണ്ടിരിക്കുകയല്ലേ. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇപ്പം എവിടെയുണ്ട്? ഇപ്പോൾ BJP മയമാണ്. ആൾ ഇന്ത്യ ബേസിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ കോൺഗ്രസിന് എവിടെയുണ്ട് സീറ്റ്? ആകെ കേരളത്തിൽ നിന്നല്ലേ MP മാർ കുറച്ച് പോയിട്ടുള്ളത്. ബാക്കി എല്ലായിടത്തും തൂത്തുവാരിക്കൊണ്ടിരിക്കുകയല്ലേ അവർ. അപ്പോൾ ആൾ ഇന്ത്യ ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് ഇല്ലായ്മയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പത്മജി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല ആളുകളെ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളെ പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം അവരെല്ലാ കാലത്തും വെച്ചിട്ടുണ്ട്. ഈ ഒരു പോക്കിന് പിന്നിലും അത്തരമൊരു കാര്യങ്ങളാണ് എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. അവരുടെ അഭിപ്രായം ഈ സ്ത്രീകളെ പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പരിഗണിക്കണമെന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കോൺഗ്രസ് സ്ത്രീകളെന്ത് മാത്രമുണ്ട്? പ്രയത്നിച്ച് പലരെയും പരിഗണിച്ചവർ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ. പിന്നെ സ്വന്തമായി പത്മജയെ പരിഗണിച്ചില്ല എന്നുള്ള ആക്ഷേപമാണ് താൻ ഈ പറയുന്നത്. അത് തന്നെ പരിഗണിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് സ്ത്രീകളാണ് എല്ലാ ആൾരൂപമാണ് താനെന്ന് ആരോപിക്കുന്നു, അല്ലെങ്കിൽ അതിന് അവകാശപ്പെടാനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. BJPക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ പത്മജിയുടെ വരവ്? ഒരു മെമ്പർഷിപ്പിന്റെ കാശ് കിട്ടും BJPക്ക് തൽക്കാലം. പിന്നെ കാത്തിരുന്ന് കാണും. പോരെ കുഞ്ഞെ, പോയിക്കോ. അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരു മെമ്പർഷിപ്പിന്റെ പണം BJPക്ക് കിട്ടും, ബാക്കിയുള്ളതെല്ലാം കാത്തിരുന്ന് കാണണം എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും കോൺഗ്രസിനകത്ത് കോൺഗ്രസ് നൽകാവുന്നതിന്റെ പരമാവധി സ്ഥാനമാനങ്ങൾ ലഭ്യമായ ഒരാളാണ് പത്മജ. പക്ഷേ ഇങ്ങനെ ഒരു പോക്ക്, അതായത് BJPയിലേക്കുള്ള ഒരു പത്മജയുടെ നീക്കം, അത് മറ്റ് രീതിയിലുള്ള മറ്റ് നേട്ടങ്ങൾ കൊതിച്ചുകൊണ്ടുള്ള ഒരു എടുത്തുചാട്ടമാണ് എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ചേർത്തലയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.